ഞാൻ തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை. സഹൃദയരെ, ഈ വെടക്ക ഇന്ത്യക്കാർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ മലയാളികൾ തമിഴരുടെയും തെലുങ്കരുടെയും മറ്റ് തോക്ക് നിറമുള്ള മനുഷ്യരുടെയും ഒരു മിശ്ര ജീവിയാണെന്ന്. പരംസുന്ദരിയുടെ ട്രെയിലർ കണ്ടു. ജാൻവി കപൂറും സിദ്ധാർത്ഥ് മൽഹോത്രയുമാണ് നായകന്മാർ. അല്ലയോ ആകാംക്ഷഭരിതരായ വെടക്ക ഇന്ത്യക്കാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, കേരളവും അവിടുത്തെ കൾച്ചറും നിങ്ങൾക്ക് കുൽസിതമായി തോന്നുന്നുണ്ടോ? മലയാള ഭാഷ അങ്ങ് മാഴ്സിന്ന് വന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? എഴുത്തച്ഛനങ്ങാണ് അറിയാതെ നിങ്ങൾ ഈ പറഞ്ഞ മലയാളം കേട്ടലുണ്ടല്ലോ, എഴുന്നേറ്റ് വന്ന് കാലുമടക്കി ഇടിക്കും. നോക്കൂ, പരംസുന്ദരിയിലെ നായിക കഥാപാത്രമാണ് മലയാളി കുട്ടി. പിന്നെ ഇട്ട മുടിയിൽ മുല്ലപ്പൂ ചൂടി, നാഭിത്തുമ്പിൽ കുത്തുവിളക്കായി കുത്തിവെച്ച് സാരിയും ഉടുത്ത്, കയ്യിൽ അരിവാളുമേന്തി പാടത്ത് പണിയെടുക്കാനും വാഴയ്ക്ക് തടമെടുക്കാനും പോകുന്ന മലയാളി പെൺകുട്ടികളെ നിങ്ങൾ ഏത് കാലിൽ ഞാൻ ഒന്നും പറയണില്ലടേ, ഇവിടെ നിന്ന് കണ്ട കേരളത്തിന്റെ ഭംഗി കാണിക്കാൻ നിങ്ങൾ പുഴയും കുട്ടനാടും വള്ളവും കാണിച്ചോ, കായലും കതിർ വരമ്പും കാണിച്ചോ, കൂടെ നിങ്ങൾ കളരിപ്പയറ്റും കഥകളിയും കാണിക്കുമ്പോഴാണ് എനിക്ക് കടിക്കുന്നത്. എടേ, കളരിപ്പയറ്റും കഥകളിയും ഒക്കെ ഇവിടുത്തെ കലയാണ്, അത് കാണിച്ചില്ലേ നിങ്ങൾക്ക് കേരളമാകൂലേ? അങ്ങനെയെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ആസ്ഥാന ആചാരമായ ഗോപ്രണാമവും മൂത്രദാഹനവും ഇടയ്ക്ക് ഇന്ത്യയിലെ തെരുവോടെ കച്ചവടവും നിങ്ങളൊന്ന് എല്ലാ സിനിമയിലും കാണിച്ചു പോകുന്നത് നന്നായിരിക്കും. അല്ല, അതാണല്ലോ കൾച്ചർ കാണിക്കാനാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തണമല്ലോ. നോ ഓഫൻസ്. ഇടയിട കക്കൂസി പോകുമ്പോ പോലും മുല്ലപ്പൂ വെച്ചോണ്ട് പോണ പെണ്ണുങ്ങൾ എവിടെയാ കേരളത്തില്? ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. മണ്ണുണ്ണി നല്ലടി ഇപ്പൊ. ഞാന് മലയാള ഭാഷ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. മണ്ണുണ്ണി എന്നുള്ള പദം ഇവിടെ നിരോധിച്ചിട്ട് വർഷം 40 നിലവറയിലിരിക്കുന്ന വിളക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലും ഒരുപോലെയാണ് സുഹൃത്തുക്കളെ. ഒരു കൾച്ചറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ കബളിപ്പിക്കാതെങ്കിലും ഇരിക്കും. ഓ ഓ ഓ ഓ ഓ വള്ളംകളി. ഇനി ഇവിടെ വേറൊരു കളിയുണ്ട്, വെള്ളമടിക്കളി. അതുകൂടെ കാണിക്കാത്തത്. പിന്നെ നമ്മൾ ലോട്ടറി എടുക്കും. മുല്ലപ്പൂ വെച്ച പെണ്ണ്, വള്ളംകളി, കഥകളി, കളരിപ്പയറ്റ്, ആന. പിന്നെ മലയാളം പറയണമല്ലോ. ഒട്ടുമിക്ക അന്യഭാഷ ചിത്രങ്ങളിലും മലയാളം പറയാനായി ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. പറഞ്ഞതാ ചേട്ടാ, ഭക്ഷണമൊന്നുമല്ല ചേട്ടാ, ഇതിന്റെ ചേട്ടന്മാരുടെ ഡ്രസ്സാ ചേട്ടാ. ചേട്ടാ അതല്ലേ ചേട്ടാ, ചേട്ടാ നീ എന്താ ഈ പറയുന്നത്? അല്ല, ഞാൻ എന്തിനു പറഞ്ഞു? തൊട്ടപ്പുറത്തെ അയൽവക്ക സ്റ്റേറ്റായ അവർക്ക് പോലും നേരെ ചുവ മലയാളം എന്താണെന്ന് അറിയില്ല, മലയാളികളും അറിയില്ല, മലയാളി കൾച്ചറും അറിയില്ല. ബട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവരുടെ കൾച്ചറും അവരുടെ ഭാഷയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കാറുണ്ട്. അത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും. അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ പോലും അല്ലെങ്കിൽ അക്ഷര സ്ഫുടത പോലും നമ്മൾ കൃത്യമായി പറയാറുണ്ട്. വേറൊരു നാട്ടുകാരി എന്നെ മലയാളം പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയത് ആദ്യമായി ഞാൻ അത്ഭുതപ്പെട്ടത് ഇവരുടെ മലയാളം കേട്ടപ്പോഴാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, നീ മലയാളിയാണോ? അല്ല, ഞാൻ മലയാളി അല്ല. നിങ്ങളുടെ ഈ അന്യഭാഷ തോന്നിഭാസമൊക്കെ നമ്മൾ കുറച്ച് അധികമായി മലയാളികൾ ക്ഷമിക്കുന്നുണ്ട് കേട്ടോ. ഐ ജസ്റ്റ് വാണ്ട് ടു സേ, വയ്യാത്ത പട്ടി പാരീസ് കയറാൻ പോകരുത്. എല്ലാ വിഷം മംഗളക്കിടയിലും ചിങ്ങമാസത്തിലെ തിരുവോണം കുടുംബത്തോടെ ആഘോഷിക്കുന്ന വരാം മലയാളികള്. ജി, നിങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശരിക്കും എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? നോർത്തിൽ ജനിച്ചെങ്കിലും ഓരോ ദിവസവും സായിപ്പിനെ പോലെ ആകാൻ രൂപമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നായികമാരെയൊക്കെ ബട്ട് ലിഫ്റ്റും ബ്രസ്റ്റ് ലിഫ്റ്റും ഡക്ക് ലിപ്സും വെള്ളം നിറച്ച ബലൂൺ പോലെ കുലുങ്ങി നടക്കുന്ന മിക്ക നായികമാരെയും എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് മലയാളം പറയിപ്പിക്കുന്നത്? ക്രിസ്ത്യൻ കൾച്ചറിൽ മുങ്ങി നടക്കുന്ന ഈ നായിക സങ്കല്പങ്ങൾക്ക് ഒരിക്കലും ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിലോ ഒരു മലയാളിത്തമോ ഒരു തമിഴ്ത്തമോ തെലുങ്കത്തമോ കന്നഡത്തമോ എന്തിന് ഒരു നോർത്ത് ഇന്ത്യൻ തത്തമോ പോലും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മലയാളി നായികമാരെ കിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഈ അഭിനയിപ്പിക്കുന്ന നടിമാരെ കൊണ്ട് ഒരു അല്പം ഒബ്സർവേഷൻ എങ്കിലും ചെയ്യിപ്പിച്ചൂടെ? കേരളവും ഇവിടുത്തെ കൾച്ചറും എന്താണെന്ന് മനസ്സിലാക്കി അഭിനയിച്ചിരുന്നെങ്കിൽ പോലും കുറച്ചെങ്കിലും നമ്മൾക്ക് ഒരു ആശ്വാസമായേനെ. എന്തായാലും ഈ സിനിമ ഇറങ്ങിയല്ലോ. ജാൻവിയുടെ ആ മുഖകാന്തിയുടെ ശ്രേഷ്ഠയിൽ, ആ മലയാളത്തിന്റെ തനിമയിൽ അടുത്ത നാഷണൽ അവാർഡ് അവരുടെ മുതുകത്ത് തന്നെ വെച്ച് കെട്ടിക്കൊടുക്കണേ. പിന്നെ ഉണ്ടല്ലോ, ഇതിലെ നായികയുടെ പേര് സുന്ദരി എന്ന്. ആസ് എ മലയാളി ഐ നോ ഓൺലി എ മലയാളി സുന്ദരി, ദാറ്റ് ഈസ് ലാലേട്ടന്റെ ഓട്ടോറിക്ഷ. Now I just realized I was wrong. My whole life was a lie. I'm not a Malayali and I don't speak Malayalam. Well, is that Malayalam? ഇത് മലയാളമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിനില്ല ഒരു പരിഹാരം. And also one more thing, we don't use മുല്ലപ്പൂ always except to Onam or some celebrations, and especially we don't wear makeup inside our home. Now please ये सब अपने सर के अंदर डाल दो, then go I forget. നമ്മൾ മലയാളികൾക്ക് നിങ്ങൾക്കില്ലാത്ത വളരെ വലിയൊരു കഴിവുണ്ട്. ഞാനത് പറയാൻ മറന്നു കേട്ടു. We don't accept nepo kids unless they have skill. മനസ്സിലായോ? മലയാളം മോഹൻലാൽ, തമിഴ്നാടു തമിഴ് രജനികാന്ത്. അല്ല, രജനീകാന്തിന്റെ ആക്ഷൻ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അതെന്തോന്നത് കൈ ചുരുട്ടിയിട്ട് മോളിലോട്ട് നോക്കി പടച്ചോനെ വിളിച്ചതാ. പടച്ചവനെ അനുഗ്രഹം കൊണ്ട്. ഈ സിനിമ എത്തുമ്പോ എന്തായാലും മലയാളം ഓഡിയൻസിന് പോലും ഇതിൽ പറയുന്ന മലയാളം മനസ്സിലാക്കണമെങ്കിൽ സബ് ടൈറ്റിൽസ് വേണ്ടിവരും, അതും മലയാളത്തിൽ. നിങ്ങൾ അവിടെ ഈ സിനിമയെ പരമസുന്ദരി എന്ന് വിളിച്ചു
വിളിച്ചോ, നമ്മളിവിടെ പരമനാറിയെന്നേ വിളിക്കൂ. പിന്നെ എന്റെ എല്ലാ നല്ലവരായ മലയാളി സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഈ സിനിമ നടക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ എർത്ത് 616 എന്ന് പറയുന്ന പ്രൈം ഒറിജിനൽ എർത്തിലല്ല. ഇതൊരു മൾട്ടിവേഴ്സൽ എർത്തായ എർത്ത് 69 എന്ന് പറയുന്ന ഒരു എർത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ അവിടുത്തെ കഥാപാത്രങ്ങളെല്ലാം ഇതുപോലെ ഒലഞ്ഞാണ് ഇരിക്കുന്നത്. സോ വി ഡോണ്ട് ഹാവ് ടു വറി. എന്തായാലും നെക്സ്റ്റ് നാഷണൽ അവാർഡ് സമിതി നമുക്ക് കാണാം. നാഷണൽ അവാർഡ് ഗോസ് ടു തേക്കപ്പെട്ട സുന്ദരി. ഈ ട്രെയിലർ കണ്ട ശേഷം എനിക്കൊരു ഒറ്റ മലയാളം വാക്കേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. എന്തായാലും തേക്കപ്പെട്ട സുന്ദരിക്ക് എന്റെയും മണവാളൻ ആൻഡ് സൺസിന്റെ വക അഡ്വാൻസ് ആദരാഞ്ജലികൾ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.